സുരേഷ് സർ, നമസ്കാരം. നമുക്കറിയാം നമസ്കാരം. നിമിഷപ്രിയയുടെ മോചനം അല്ലെങ്കിൽ വധശിക്ഷ റദ്ദാക്കൽ ഇതിനൊക്കെ വേണ്ടി പലരും പല വിധത്തിൽ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇതിനിടയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് കെ.എ. പോൾ എന്നുള്ളത്. കാരണം ഇദ്ദേഹം നടത്തുന്ന ചില പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹത്തിന്റെ പേര് വാർത്തകളിൽ നിറയാനും അല്ലെങ്കിൽ ഒരു സംശയമുനയിൽ നിർത്താനും കാരണമായിരിക്കുന്നത്. എന്റെ ചോദ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ഈ കെ.എ. പോൾ എന്ന് പറയുന്ന വ്യക്തി? ഒപ്പം ഇദ്ദേഹം ഇത്തരത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് ഇത്രയധികം ഒരു ഫണ്ടിന്റെ അല്ലെങ്കിൽ പിരിവിന്റെ ഒക്കെ ആവശ്യമുണ്ട്. കെ എ പോൾ എന്ന് പറയുന്ന ഒരു പാർട്ടി ആന്ധ്രയിൽ ജനിച്ചു വന്ന ഒരാളായിരുന്നു. 8ാമത്തെ വയസ്സിലാണ് ക്രിസ്ത്യാനിയായത്. അവർ അച്ഛനൊരു പാസ്റ്ററായിരുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം കാനഡയും US-ലും പോയി അവിടെ ഒരു ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് എന്നൊക്കെ ഇപ്പം തുടങ്ങി. ആഫ്രിക്കയിൽ പോയി കുറേ അവിടുത്തെ ഡിക്റ്റേറ്റേഴ്സിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് പത്രങ്ങളിലൊക്കെ ഇട്ട് ടെലിവിഷൻ ചാനലിലെല്ലാം കാണിച്ച് ഇയാൾ വലിയ ആളായി നടക്കുകയായിരുന്നു. അവസാനം ഇയാൾ ആഫ്രിക്കയിൽ തന്നെ കുറേ കേസിൽ ചീറ്റിംഗ് കേസിൽ ഇയാളുടെ നേരെ കേസൊക്കെ രജിസ്റ്റർ ചെയ്തപ്പോൾ ഇദ്ദേഹം അവിടുന്ന് മുങ്ങി. അതേമാതിരി US-ലേക്കും പോകാണ്ടായി അവിടെ കുറേ ചീറ്റിംഗ് കേസ് വന്നപ്പോൾ അവിടുന്ന് മുങ്ങി. കഴിഞ്ഞ കുറച്ചൊരു 10-15 കൊല്ലമായിട്ട് ആന്ധ്രയും തെലങ്കാനയായിട്ട് നടക്കുകയാണ്. ഒരു പ്രജാശാന്തി പാർട്ടി എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു പാർട്ടി തുടങ്ങി. അതിലും കുറേ പേർക്ക് ടിക്കറ്റ് കൊടുക്കാമെന്ന് തന്നെ അസംബ്ലിക്കും ലോക്സഭയ്ക്കും കാശ് വാങ്ങിച്ച് ഹൈദരാബാദിൽ ഒരു 10 കേസിൽ ഇയാളുടെ നേരെ കേസ് നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ആൾക്കാരെ പൊട്ടന്മാരാക്കുക എന്നാണ്. അതാണ് ഇയാളുടെ ഒരു കേപ്പബിലിറ്റി. ഞങ്ങൾ കെ.എ. പോൾ എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിൽ ഒരു കോമഡി ഷോ നടത്തുന്ന ഒരാളെന്നുള്ള ഒരു കണക്കാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അയാൾ വർത്താനം പറയുമ്പോൾ ആൾക്കാർക്ക് ചിരി വരും. അയാൾ ആദ്യം പറഞ്ഞു, ഞാൻ ഇന്നലെ വൈകുന്നേരം മോദിയുടെ കൂടെ ഇന്ന് ചായ കുടിച്ചു, ഇന്നലെ രാത്രി ഞാൻ പ്രസിഡന്റ് ട്രംപായിട്ട് വർത്താനം പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനത്തെ കുറേ വല്ല ഗുണ്ടടിക്കുന്ന പാർട്ടിയാണ് നമ്പർ 1. അപ്പൊ ഇവിടുത്തെ മലയാളികൾക്ക് ഇയാളെ പറ്റി അറിഞ്ഞൂടാ. ഇയാൾ 10 പൈസ കൊടുത്തു പോകരുത്. നമ്പർ 1 ചീറ്റാണ്. എന്നാൽ വിക്കിപീഡിയ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഇയാളുടെ കാര്യത്തെ പറ്റിയിട്ട്. അവിടുത്തെ എല്ലാ ചീറ്റിംഗ് കേസിലും, ഹൈദരാബാദിലുള്ള മിക്ക ചീറ്റിംഗ് കേസിലും ഈ പാർട്ടി അവിടെ ഉണ്ട്. ഈ പാർട്ടിയുടെ പേര് അതിൽ കാണും. ഇയാളുടെ മെയിൻ പരിപാടി ഞാൻ പറഞ്ഞ ഒന്നിലോ വലിയ വലിയ VIPs നേടുന്ന കൂടുന്ന ഫോട്ടോ എടുക്കൽ. ഇതേ ആളാണ് YS രാജശേഖർ റെഡ്ഡി, പണ്ടത്തെ ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായിരുന്ന YS രാജശേഖർ റെഡ്ഡി. അതേമാതിരി നമ്മുടെ എക്സ് പ്രസിഡന്റ് പ്രണബ് കുമാർ മുഖർജിയുടെ നേരെ മുതൽക്ക് കേസ് ഫയൽ ചെയ്ത ആളാണ്. ഡിഫമേഷൻ കേസൊക്കെ ഫയൽ ചെയ്ത പാർട്ടിയാണ്. ദേവഗൌഡ, പണ്ടത്തെ പ്രധാനമന്ത്രിയായിരുന്ന HD ദേവഗൌഡയുടെ നേരെ കേസ് ഫയൽ. ഇയാൾക്ക് പബ്ലിസിറ്റി വേണം. ഇയാൾക്ക് പബ്ലിസിറ്റി ഇല്ലാണ്ട് പറ്റില്ല. എന്നാൽ നമ്മൾ കണ്ടു നിമിഷപ്രിയ കേസിലും ഇയാൾ എവിടെയോ ഞാൻ യമനിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ ഒരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ മനസ്സിലായി അത് യമൻ അല്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇയാൾ വേറെ കഥ മാറ്റി. ഇത് ഒരു സ്ഥിരം പരിപാടിയാണ്. ഇദ്ദേഹം ഇങ്ങനത്തെ കുറേ ഫണ്ട് റൈസിങ് നടത്തി കുറേ കാശ് പിരിച്ച് ചെയ്തിട്ടുള്ള പരിപാടികളിലൊക്കെ ചീറ്റിംഗ് കേസ് ഇദ്ദേഹത്തിന് നടക്കുന്നുണ്ട്. ഞാൻ പറയാനുള്ള മലയാളികളുടെ അടുത്ത് ഇയാൾക്ക് 10 പൈസ കൊടുത്തു പോകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെ വിളിച്ച് അല്ലെങ്കിൽ അവരായിട്ട് ബന്ധപ്പെട്ട് അവരെന്തെങ്കിലും പരിപാടി ചെയ്യേണ്ട അവർ വേണമെങ്കിൽ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു ഫണ്ട് റൈസിങ് ഞങ്ങൾ നടത്തുന്നില്ല. പിന്നെ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ഉണ്ടല്ലോ, അവരടുത്തും ചോദിക്കാം എന്താണ് ഇവരുടെ ഒരു ഫണ്ട് റൈസിങ്ങിന്റെ കോൺസെപ്റ്റ് എന്താണ്. പക്ഷെ ഇയാൾക്ക് ഈ കെ.എ. പോൾ എന്ന് പറഞ്ഞ പാർട്ടിക്ക് 10 പൈസ കൊടുത്തു പോകരുത്. ആരായാലും, മലയാളികളായാലും ബാക്കി ആരായാലും. ഇതൊരു നമ്പർ 1 ഫ്രോഡാണ്. ഫ്രോഡ് എന്ന് പറയാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം സുരേഷ് സാർ, കേന്ദ്ര സർക്കാർ തന്നെ ഒരു 2 ഡേയ്സ് മുൻപ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാജ ഫണ്ട് പിരിവുമായിട്ട് വരുന്നവർക്ക് മുന്നിലേക്ക് പണം നൽകരുത്. കെ.എ. പോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിർദ്ദേശത്തോടെയോ കേന്ദ്ര സർക്കാർ അറിഞ്ഞുകൊണ്ടല്ല ഈ ഒരു പണപ്പിരിവ് നടത്തുന്നതെന്ന്. എന്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാരിന്റെ ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ സർക്കാർ അനുമതിയോ ഇല്ലാതെ രാജ്യം തന്നെ ഒരു പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ ഇടപെടാൻ സാധിക്കാത്ത രീതിയിൽ വ്യക്തമായി മറ്റൊരു രാജ്യവുമായിട്ടുള്ള ഒരു വിഷയം കൂടിയായി മാറുകയാണ് നിമിഷപ്രിയയുടെ മോചനം. ഇത്തരത്തിൽ ഈ ഫണ്ട് റേസിംഗ് നടത്തുന്നതിൽ എന്തെങ്കിലും നിയമവശങ്ങൾ അല്ലെങ്കിൽ ഇത്തരക്കാർക്ക് ഫണ്ട് റേസിംഗ് നടത്താനുള്ള ഒരു അനുമതി നമ്മുടെ രാജ്യത്തുണ്ടോ? ഇല്ല, ഒരു അനുമതിയില്ല. ഇതൊക്കെ ഒരു ഈ പറഞ്ഞ മാതിരി ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് നടത്തുന്ന പരിപാടിയാണ്. എന്തിനാണ് കാശ് വേണ്ടത്? നിമിഷപ്രിയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നിൽ ബ്ലഡ് മണി വേണ്ട വരും. ആ സ്റ്റേജിലേക്ക് നമ്മൾ ഇനി എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ആ ഫാമിലി അത് അഗ്രി ചെയ്താലേ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതേ സമയത്ത് ഈ പറഞ്ഞ മാതിരി ഈ കെ.എ. പോളിന്റെ മാതിരിയുള്ള പാർട്ടികൾ ഇത് കാശ് പിരിക്കാൻ വേണ്ടി നടക്കുക. ഇതേ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെയല്ല, ആദ്യമായിട്ടല്ല, ഇങ്ങനെ കുറേ പ്രോബ്ലംസിൽ ആരൊക്കെയോ എവിടേക്കോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ട് ആരൊക്കെ മോചനത്തിന് വേണ്ടി കാശ് വെച്ചപ്പോൾ നമുക്ക് ഇയാൾ പിരിക്കാൻ നടന്നിട്ടുണ്ട് പാർട്ടിയാണ്.
ഇയാൾ ഒരിക്കൽ ബറാക്ക് ഒബാമയെ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെ ബറാക്ക് ഒബാമയുടെ കൂടെ ഒരു ഫോട്ടോഷോപ്പ് എടുത്തിട്ട് ചെയ്തൊരു പരിപാടി ഉണ്ടാക്കിയിട്ട് ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ഞാൻ ബറാക്ക് ഒബാമയെ സപ്പോർട്ട് ചെയ്യണമെന്ന്. പിന്നെ പ്രസിഡന്റ് ട്രംപിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് അതും ഇട്ടിട്ട് ഞാൻ പ്രസിഡന്റ് ട്രംപിന്, അതും കാശ് പിരിക്കാൻ നോക്കി പാർട്ടി. ട്രംപിന് വേണ്ടിയിട്ട് തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കാശ് പിരിക്കുക. ട്രംപിന് ആ കാശല്ലേ വേണ്ടത്, തെലങ്കാനയിൽ നിന്ന് ആന്ധ്രയിൽ നിന്നുള്ള കാശ്. ആലോചിച്ചു, ഇതാണ് ഇയാളുടെ സ്ഥിരം പരിപാടി. ഞങ്ങൾക്ക് തെലങ്കാനയിൽ ഹൈദരാബാദിലായാലും എവിടെയായാലും കെ പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം, ഒരു ഫ്രോഡിനെ വിളിക്കുമ്പോൾ നമ്മൾ പറയും ഇവനൊരു കള്ളനാന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയും ഇവൻ കെ പോളാന്ന് പറയും. അപ്പൊ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം ഇവൻ നമ്പർ 1 ചീറ്റാണ്. എന്താ പറയുക, ആരെയും എവിടെ വെച്ച് വേണേൽ പറ്റിക്കാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ഇയാളുടെ ഇതിലുണ്ട്. അപ്പൊ ഇയാൾക്കറിയാം ആന്ധ്രയിൽ തെലങ്കാനയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇയാൾ അപ്പ പിടിച്ച് ജയിലിലിടുന്നു. അത് കാരണം ഇയാൾ മുങ്ങി നടക്കുകയാണ്. അവിടെ കുറച്ചു കാലമായിട്ട് കാണാനില്ല ഇയാളെ. ഇപ്പൊ എവിടെ പോയി അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏതെങ്കിലും ആഫ്രിക്കയിലോ മിഡിൽ ഈസ്റ്റിലോ എവിടെയെങ്കിലും പോയി ആരെങ്കിലും അവിടെ പൊട്ടനാക്കിയിട്ട് കാശ് തട്ടിപ്പിരിക്കാൻ അവിടെ നിന്ന് നോക്കുന്നുണ്ടാവും വേണമെങ്കിൽ. അതായിരിക്കും ഇതൊരു ഈ കളക്ഷൻ എഫേർട്ട് അതിന് വേണ്ടിയിട്ടായിരിക്കും. അത് കാശില്ല പാർട്ടിയുടെ, കാശ് മൊത്തം കഴിഞ്ഞുകൊണ്ട്. ഈ ഞാൻ പറയുന്നത് ഈ ബ്ലഡ് മണി കോൺസെപ്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ലീഗൽ ഫീസ് ആയിട്ടാണ് വേണ്ടത്. അതിനർത്ഥം യമനിൽ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിന് കാശ് കൊടുക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റത്തിനെ അപ്രോച്ച് ചെയ്യണം. അപ്പൊ നമുക്കറിയാം യമൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൽ ഒരു ഭരണാധികാരി ഇല്ല അവിടെ. അവിടെ കുറെ ഫാക്ഷൻസ് ആണ് ഉള്ളത്. ഹൂത്തികളുണ്ട്, ബാക്കി ഒഫീഷ്യൽ ഗവൺമെന്റ് ഉണ്ട്. സനയിൽ ആരാ ഭരിക്കണമെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഈ കാശ് എന്തിനാ വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഒന്നുള്ള ലീഗൽ പ്രോസസ്സ്, എന്നാൽ അവിടുത്തെ കോടതിയിൽ ഫീസ് കെട്ടാനോ അല്ലെങ്കിൽ അവിടുത്തെ ലോയേഴ്സിന് കാശ് കൊടുക്കാനോ. അതാണെങ്കിൽ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ഉണ്ട്, അവർ പറയട്ടെ ഞങ്ങൾ ഇതുവരെ എത്ര കാശ് ചെലവാക്കി. അവരും കുറച്ച് കാശ് ഭരിച്ചിരുന്നു, അതിൻ്റെയും ചില കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെത്ര കാശ് ഭരിച്ചു, ഇതാർക്ക് കൊടുത്തു ഈ കാശ്, അതാണ് നമുക്ക് അറിയേണ്ടത്. ഈ നിമിഷപ്രിയ എന്ന് പറഞ്ഞ കേസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു യുണൈറ്റഡ് നേഷൻസിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ US-ലല്ല കേസ് ഫൈറ്റ് ചെയ്യുന്നത്, നമ്മൾ ഇന്ത്യയിലും അല്ല. ഇത് നടക്കുന്നത് യമനിലാണ്. യമനിൽ ആരും ഇല്ല, അവിടെ ഒരു സർക്കാർ എന്ന് തന്നെ പറയാൻ അവിടെ ആരും ഇല്ല. അപ്പൊ ഈ പറഞ്ഞൊരു കാശ് എന്നുള്ള കാര്യത്തിന് വളരെ ക്ലിയർ ആയിരിക്കണം. ഈ കെ പോൾ എന്ന് പറഞ്ഞ പാർട്ടികൾ അടുപ്പിച്ചു പോരുത് എവിടെയോ അതിൻ്റെ അടുത്ത് മലയാളികൾ. കാശ് കൊടുക്കണമെങ്കിൽ ക്ലിയർ ആയിട്ട് ഒന്നില്ല നിമിഷപ്രിയയുടെ അമ്മ, അല്ലെങ്കിൽ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി, അല്ലെങ്കിൽ ലാസ്റ്റ് സർട്ടിഫൈ ചെയ്യേണ്ടത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ്. ബിക്കോസ് അവരാണ് ഇതിനുള്ള എല്ലാം എന്താ പറയുക ഒരു എഫേർട്ട് നടത്തുന്നത്. ഫൈനലി അവിടുത്തെ ഗവൺമെന്റ്, നമുക്കൊരു എംബസി പോലും അവിടെ ഇല്ല നമ്മുടെ അടുത്ത്. നമ്മൾ സൗദി അറേബ്യയുടെ ത്രൂ ആണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരൊരു ക്ലിയറൻസ് കൊടുക്കുന്നവരെ നമുക്കിതൊന്നും ചെയ്യാണ്ടിരിക്കാൻ നല്ലത്. നമ്മൾ സ്റ്റേറ്റ്മെന്റ്, ഇതിനു മുമ്പ് നമുക്കറിയാം കുറെ പേര് കുറെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ തലാലിന്റെ കുടുംബത്തിന് ദേഷ്യം വന്നു. അവരെ അനിയനോ ചേട്ടനെ കണ്ട് പറഞ്ഞു ഞങ്ങൾ ഇനി ബ്ലഡ് മണിയും വാങ്ങില്ല, ഒന്നും വാങ്ങില്ല. ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കല്ലേ. നമുക്ക് ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഇത് കുറച്ച് സമയമെടുക്കും. ഇത് കാരണം പബ്ലിസിറ്റി കൊടുത്ത് ഇത് മൊത്തം കൊളാക്കാണ്ടിരിക്കുകയാണ് നല്ലത്. ക്വയറ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് നടക്കുന്ന എഫേർട്ട്, അത് സൗദി അറേബ്യൻ ഗവൺമെന്റ് ആവട്ടെ, ഇറാനിയൻ ഗവൺമെന്റ് ആവട്ടെ, ആരായാലും നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അവർ ചെയ്യട്ടെ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ചെയ്യും. ഇതിനെ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല, ഇതിനെപ്പറ്റി പുറത്ത് വല്ല പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി തുടക്കത്തിൽ തന്നെ ഈ കെ പോൾ എന്ന മാതിരി പാർട്ടികളെ എവിടെ 10 പൈസ കൊടുക്കാൻ പാടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. യെസ്, അതാണ് സുരേഷ് സാർ സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് ഇവർ ഈ ഫണ്ട് പിരിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് പണം വേണ്ടത്? ബ്ലഡ് മണി ഇതുവരെ സ്വീകരിക്കാമെന്നോ അല്ലെങ്കിൽ ബ്ലഡ് മണി വേണമെന്നോ തലാലിന്റെ കുടുംബം ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ പണം ആവശ്യമില്ല. പിന്നെ എന്തിന് ഇവർ പണം പിരിക്കുന്നു എന്നൊരു ചോദ്യമാണ് ബാക്കിയാവുന്നത്. പിന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ നിയമത്തിന്റെ ഒരു അനുമതിയോ മറ്റോ വേണോ എന്നുള്ളതാണ്. സുരേഷ് സാർ തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രൈവറ്റ് ആയി അല്ലെങ്കിൽ ഇൻഡിവിജ്വലായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തിന് പണം നൽകണം എന്ന് കൂടി കൊടുക്കുന്നവർ ആലോചിച്ചാൽ നന്നായിരിക്കും. കെ എ പോളിനെ പോലെയുള്ളവരെ തിരിച്ചറിയുക, ഒപ്പം നിമിഷപ്രിയയുടെ മോചനത്തിന് പണം ആവശ്യമാണോ അല്ലയോ എന്നത് കൂടി ആലോചിക്കുക. വ്യക്തമാണ്. താങ്ക് യു സുരേഷ്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.